കണ്ഠം കഴുത്തിൻ വണ്ടിൻ നിറമുടയോനെ ഗംഗനീരോടു തിങ്കൾ തുണ്ടം ചാർത്തും പരനേ ഹരനേ മെയ്പാതിയോനെ കമ്പി പാമ്പാക്കിയോനെ കണ്ടേ പോകാൻ തരമുടയോനെ കുടവൂർ ശ്രീ മഹാദേവനേ കുടവൂർ ശ്രീ മഹാദേവനേ. സിദ്ധം ലോകത്ത് എല്ലാം ഉൾക്കൊള്ളുന്ന, നശിക്കാത്ത എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത, നാശമില്ലാത്ത എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്നത്, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു, തിരിച്ച് അതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അതിനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ സിദ്ധൻ. ആലയും എങ്കും തേടി ഓടവും വേണ്ട, ഭൂമി വകയെ എണ്ണി ഇരിക്കവും വേണ്ട, സോത്തിരങ്ങളെ പാർത്ത് ചിത്തം കലങ്ക വേണ്ട, രുദ്രാക്ഷമാല ഏന്തി ജപിക്കവും വേണ്ട. എല്ലിങ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കിടക്കുന്ന നീരങ്ങ് മാറിയാലേ ഇതിങ്ങ് വരും. അത് അകത്ത് കിടക്കുന്ന നീരിനെ മാറ്റാൻ വേണ്ടിയിട്ട് കിട്ടണം. മറ്റു വേദന സഹിക്കും. The Siddha system of medicine has its origins in the cultural traditions of Dravidians. It is based on Shaiva philosophy, which believes that a human being needs to have a healthy body to achieve his ultimate spiritual aim, Kaivalya, the attainment of oneness with the universe. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പൂജ പഠിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ സ്വാമിയുടെ ഒരു ശിഷ്യനാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴുത്ത് വേദന ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട്, നമുക്കൊരു ദിവസം പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കൂടെ വന്ന് സ്വാമിയെ കണ്ടു, പിഴിച്ചിൽ നടത്തി, വേദനയൊക്കെ മാറി. അങ്ങനെ പിന്നെ ഡിസൈപ്പിൾസായി. എന്നോട് ഞാൻ വല്ല വിട്ടിത്തൊക്കെ ആയിരിക്കും പറഞ്ഞു. ഇവിടെ ഹോട്ടലിൽ വാങ്ങി ഉണ്ടാക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ ആവശ്യത്തിന് രാവിലെ 2 അപ്പം, അതിൽ 2 ദോശ, അത് കുട്ടൻ പേറെ മോളവിടെ മോളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് വരാൻ പറ്റും. അവിടെ ഹോസ്പിറ്റലിൽ വരില്ലേ, കൊച്ചു കുട്ടിയല്ലേ, പള്ളിക്കൂടത്ത് പോയിട്ട് തിരിച്ച് കൊണ്ടാക്കണം. ഇവർക്ക് പോകാൻ എവിടെയെങ്കിലും. ശ്വാസം എടുത്ത് താഴോട്ട് ഇടുമ്പോൾ ഇതിനകത്തൊന്ന് ഇടിച്ചിട്ട് പോകുന്നത് അങ്ങനെയുണ്ടോ? അസ്വസ്ഥതയുണ്ട്. അസ്വസ്ഥതയുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടേ പറയാം. ഇവിടുത്തെ വേറെ ഇവിടുത്തൊന്നുമില്ല. മോഷണ കശരിക്ക് പോകണം. വേറെ ഉണ്ടോ ഇവിടെ? പാലിലൊരു പൊടി ഇട്ട് കലയെ കുടിക്കാൻ തന്നല്ല. രാവിലെ ഒരു ഗ്ലാസ് പാലെടുത്ത് 1 സ്പൂൺ ഇട്ട് കലക്കി 1 നേരം
ഒരു ദിവസം കഴിക്കാനായിട്ട് തന്നില്ലേ? തന്നില്ല. എങ്ങനെയാണെന്ന് അവർക്കും അറിഞ്ഞൂടാ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, തള്ളയ്ക്ക് അറിഞ്ഞൂടാ, തന്തയ്ക്ക് അറിഞ്ഞൂടാ. പിന്നെ വൈദ്യം കണ്ടുപിടിക്കണം. അതൊക്കെ വലിയ കഷ്ടമാണ്. വൈദ്യം ഇതൊക്കെ കണ്ടുപിടിച്ച് പറയുക എന്നത്. നമുക്കറിയാല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി പഥ്യം തെറ്റാതെ മരുന്ന് കഴിച്ചാൽ രക്ഷപ്പെടും. വെയിറ്റ് തൂക്കിയെടുക്കരുത്. അപ്പം അതുപോലെ തണുത്ത പ്രതലങ്ങളിൽ കൂടുതൽ സഞ്ചരിക്കുകയും കിടക്കുകയും ചെയ്യരുത്. വീണ്ടും വരും. മെത്തേരി കിടക്കാതെ മെത്ത ചൂടല്ലേ? യാതൊരു ടണലപ്പില്ലേ? പല പേര് കിടക്കുകയാണ് നല്ലത്. ചെറിയ ജോലികൾ വീട്ടിലുള്ള എന്തോന്ന് ചെറിയ ജോലി? എന്തോന്നാണ് വീട്ടിലെ ജോലികൾ? വീടല്ല, ഹോട്ടൽസിൽ വേറെ വെളിയിലുള്ള ജോലിയൊന്നുമില്ല. നമുക്കുള്ള ആഹാരം പാകം ചെയ്യണം. അയിനോട്ട് തമ്പുരാൻ എന്ന് പറയുന്നൊരു തമ്പുരാൻ ക്ഷേത്രമുണ്ട്. അമ്മൂമ്മയുടെ കുട്ടിക്കാലത്ത് കടുവ വരും അവിടെ. കടുവ വന്ന് തെക്കതിൻ്റെ മുറ്റത്ത് വാ തുറന്ന് നാക്കും വഴിയിൽ വെച്ചോണ്ട് കിടക്കും. നാക്കിൽ മൊത്തം ഈച്ചകളിങ്ങനെ വന്ന് പറ്റിയിരിക്കും. അപ്പോഴേ വാഴടക്കി. പിന്നെ വീണ്ടും ഇതാണ് അതിൻ്റെ ജോലി. അപ്പോൾ അമ്മൂമ്മയുടെ അമ്മ ഹുംബ എന്നും പറഞ്ഞ് അടുത്തത് ഇങ്ങനെ തട്ടും. അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളുടെ കാര്യം മുമ്പ് ഇത് വരും. അങ്ങനെ വന്ന് കരം മുടങ്ങി തക്കല കുഴിത്തറയായിരുന്നു അമ്മ കിടന്ന് തിരുവുണ്ട്. അങ്ങനെ നിവർത്തിയില്ലാതിരുന്നപ്പോൾ രാത്രി അതിനോട്ട് തമ്പുരാൻ തന്നെ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു. രാവിലെ ഒരാൾ വരും, കുറച്ച് ഭസ്മമെടുത്ത് കടുവയുടെ പുറത്ത് തളിച്ച് പച്ച ഏർക്കിലുണ്ട് ചെവിയിൽ അടിയും കൊടുക്കണം. പ്രമാണങ്ങളെല്ലാം എടുത്ത് പിന്നെ കടുവയുടെ പുറത്ത് കയറിപ്പോൾ ബാക്കിയെല്ലാം അവിടെ അറിയാം. അതുപോലെ വന്നു ഭസ്മം എടുത്തിട്ടു ഒരു ഈർക്കിലെടുത്തൊരു അടി കൊടുത്തു. പട്ടിയെ പോലെ കിടന്നു. കടുവയുടെ പുറത്ത് കയറി പ്രമാണം എല്ലാം കൊണ്ട് നേരെ പോയി. Siddha believes that a human being is the microcosm of the universe. The whole universe and all earthly beings in it are made of the 5 primordial elements or the Panchabhutas, namely earth, water, fire, air and ether. In our bodies, these elements combine in specific ways, giving rise to the 3 bodily humors or the Tridoshas, Vata, Pitta and Kapha. ഞങ്ങൾക്ക് ഫാമിലിയിൽ ആർക്കും ഇഷ്ടമില്ലായിരുന്നു ശിഷ്യന്മാരുമായിട്ട് പോകുന്നത്. ഞങ്ങളെപ്പോഴും അടിയുണ്ടാക്കുമായിരുന്നു. അതിന് ഞങ്ങളെ കൊണ്ടുപോകത്തില്ല. ശിഷ്യന്മാരാകുമ്പോൾ അവരുമായിട്ട് മാത്രമേ പോകത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കാരണം ശിഷ്യന്മാരുമായിട്ട് വരുമ്പോൾ ഫുൾ ആത്മീയം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആ ഒരു ലൈഫ് ഇഷ്ടമല്ലായിരുന്നു. തൊടുന്ന സമയത്ത് വേദനയുണ്ടോ? ഉണ്ടോ? നല്ല സിദ്ധത്തിലെന്ന് പറയുമ്പോൾ അവർ മർമ്മങ്ങളാണ് കൂടുതലും ഫോളോ ചെയ്ത് വരുന്നത്. പിന്നെ ആയുർവേദത്തിൽ മർമ്മം നോക്കിയല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് തലവേദന എന്ന് പറയുന്ന ഒരു ഇതിനാണെങ്കിൽ സിദ്ധത്തിന് അവർ മർമ്മം നോക്കി അല്ലെങ്കിൽ അതിൻ്റെ വെയിൻ എന്താണ് അങ്ങനെയുള്ള നോക്കി. പക്ഷേ ആയുർവേദത്തിൽ അങ്ങനെ അത്ര വളരെ ഇതായിട്ട് നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സാധാരണ രീതിയിലുള്ള നസ്യം അങ്ങനെയൊക്കെ വരുന്ന ട്രീറ്റ്മെൻറ്റാണ്, ശിരോധാര അങ്ങനെയൊക്കെ വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. എന്തോ പേര്? എത്രാമത്തെ ദിവസം കിടക്കാം? മനുഷ്യ ശരീരത്തിൽ 108 മർമ്മങ്ങളാണുള്ളത്, ക്രോഡീകരിച്ച് ഇപ്പോൾ ഉള്ളത്. അതിൽ പടകർമ്മം 12, തൊടുകർമ്മം 96, അങ്ങനെ 108. പടകർമ്മം 12 മർമ്മങ്ങളാണുള്ളത്. അത് പടൽ ക്ഷതം പറ്റി കഴിഞ്ഞാൽ ചികിത്സയില്ല, മരിച്ചു പോകും. അടുത്ത് വരുന്നതാണ് തൊടുകർമ്മം. അത് പറ്റിക്കഴിഞ്ഞാൽ ചികിത്സയുണ്ട്, ചികിത്സിക്കാൻ രക്ഷപ്പെടുത്താം. ഓരോ മർമ്മസ്ഥാനങ്ങളിലാണ് കൈ പോയി അമർത്തി വിടുന്നത്.
അഗസ്ത്യരുടെ ഭീരേംഗി സൂത്ര തിറവുകോലിൻ്റെ ശാസ്ത്രമാണ് ഈ ചെയ്യുന്നത്. ഇതുകൊണ്ട് നട്ടലിൻ്റെ അസുഖങ്ങൾ മാറ്റാം. ഹാർട്ട്, ലങ്സ്, സ്റ്റൊമക്ക്, അതുപോലെ ചെസ്റ്റ് പെയിൻ മാറും. ലങ്സിൻ്റെ എവിടെയെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇത് മാറ്റും. ഇനി ഇങ്ങനെയൊന്നും ഇത്രയും ജോലിയൊന്നും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വയ്യാതായി പോകും. അതുകൊണ്ട് ആ എണ്ണ ഇട്ട് തേച്ച് പിടിപ്പിക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വെച്ച് കെട്ടി കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിക്കണം. കുറവുണ്ട്. അമ്മ നിൽക്കുന്നവിടെ അവിടെ ഇപ്പൊ ആരും ഇല്ല അമ്മ. രാകേഷ് ഇല്ല. രാകേഷ് വണ്ടി എന്തോ ശരിയാക്കാൻ പോയിരിക്കുകയാണ്. അകത്തിരുന്നാൽ മതി പറഞ്ഞു. Siddha is based on the idea that every single act of ours is driven towards our need to be happy. Absolute health is only achievable in a happy being. That is why Siddha defines health as a perfect state of physical, psychological, social and spiritual well-being. The health of a person is the result of everyone and everything around. An individual is part of a larger whole. സൃഷ്ടിക്ക് ഒരിക്കലും സൃഷ്ടി എന്താണെന്ന് കണ്ടുപിടിക്കാൻ സൃഷ്ടിക്ക് പറ്റില്ല. മൊത്തമായിരിക്കുന്ന ഊർജത്തിൻ്റെ അംശങ്ങളാണ് സൃഷ്ടികൾ. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവം അവശിക്ഷ്യതി. നമ്മളൊരു ശാന്തി പാഠത്തിൽ സംസാരിച്ചു. അതതിൻ്റെ അർത്ഥം അതാണ്. പൂർണ്ണമായിരിക്കുന്നതെല്ലാം പൂർണ്ണാത് പൂർണ്ണമുദച്യതി. അതിൽ നിന്നും പൂർണ്ണമായി ഉണ്ടാകുന്നതെല്ലാം അംശം ആയാലും ശരി, അത് പൂർണ്ണതയാണ്. അംശത്തിന് പൂർണ്ണതയിലേക്ക് ചേരാം. പക്ഷേ പൂർണ്ണതയ്ക്ക് ഒരിക്കലും അംശത്തിലേക്ക് ചേരാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് ചേരാം. അതാണ് നമ്മളെ അവസാനത്തെ ലയം. നമ്മൾ അതിൽ നിന്ന് വരുന്നു, ഇവിടെ ജീവിക്കുന്നു, കാരണം തിരിച്ചു പോകുന്നു. തിരിച്ചെവിടെ പോകുന്നു എന്നാക്കും പറയും. ഈ പറയണതൊന്നുമല്ല. ആരും തിരിച്ചു വന്ന ഒരു കാര്യവും പറയും. എവിടെ പോയെന്നോ എന്ത് കണ്ടു അല്ലേ, നിഗമനങ്ങൾ. ഇതൊരു മെഡിസിനാണ്. എന്തിനും ഉപയോഗിക്കാം. ഭീമമായ ഒരു തീ വീണ് പൊള്ളി ഉടനെ തന്നെ പിഴിഞ്ഞ് ചാരം കഴിച്ചു കൊടുക്കുക. പൊള്ളില്ല, വേദന മാറും. അതാണ് ഇവിടെ. അവിടെ മുതൽ നമ്മൾ ഇത്രയും സ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് നൂറ്റുകണക്കിന് മെഡിസിനുണ്ട്. ഇതാർക്കും അറിയില്ല. ആ മെഡിസിൻ എടുത്ത് കൊടുത്ത് മനസ്സിലാക്കുമ്പോൾ സിദ്ധന്മാരൊക്കെ ഉള്ളൂ. ഇപ്പോൾ ആയുർവേദത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചു, 5 വർഷം പഠിച്ചുകൊണ്ടാൽ ഒന്നും ആകുന്നില്ല. പക്ഷേ ഗുരുവിൻ്റെ കൂടെ നടന്നു. ഇതെല്ലാം പഠിപ്പിക്കുന്ന ഗുരുവാണ്. അത് പഠിച്ചു. പാല കുടിച്ചാൽ പാല് വരും. രാമതുളസി സ്റ്റോണിനെ റിമൂവ് ചെയ്യുന്നതാണ്. കല്ലുരുക്കി നവഭാഷാണ കെട്ടാണ് പളനി വിഗ്രഹത്തിൽ വെച്ചിരിക്കുന്നത്. അറിയാം, പണ്ടുള്ള ആചാര്യന്മാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുഷ്ഠരോഗികളാണ് വരുന്നത്. ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് ആ
വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു. അതിൽ നിന്ന് ഒഴിഞ്ഞ് വന്ന് ആ പാലെടുത്ത് കുടിച്ചാൽ രോഗം മാറും. സാധാരണ ഇതാണ് പാഷാണം. It is amazing to note the meticulous research and observations on which this whole system of medicine is based. Diseases and disorders have been classified into 4,448 types, 64 common remedies based on more than 350,000 herbal formulas, 4,000 commonly used plants, and another 2,000 rarely used ones. In preparation of medicines, Siddha deals with metals, salts, animal products, and breaks down basic elements into even smaller units for easy absorption by the body. ദേവദാരു ബലാദി തൈലം ആയുർവേദമാണ്. പക്ഷേ ഇത് സിദ്ധത്തിലേക്ക് എടുക്കുന്നതിൻ്റെ ചേരുവയാണ്, കൂട്ടിച്ചേർക്കുന്നതിൻ്റെ വ്യത്യാസം. ആയുർവേദ മെഡിസിനെല്ലാം കഷായങ്ങളോ എണ്ണകളോ പിന്നെ ഈ ജലാംശങ്ങളോ ചേർത്ത് വേണം മരുന്നിനെ പിടിപ്പിക്കാൻ. ഇതത് ചെയ്യുന്നില്ല, നേരിട്ട് കിടക്കുക. ആണ് സഡൻ ആക്ഷൻ വരുന്നത്. ആവർത്തനത്തിനും ഉണ്ട്. ആയുർവേദത്തിൽ ആവർത്തനമില്ല. ഈ മെഡിസിനിൽ നമ്മളെ ഇത് ആവർത്തനം കൊടുക്കുന്നുള്ളൂ, കുറുക്കി എടുക്കുന്നത് പരിപാടി. നാദസ്വരൂപലലാടകലിംഗം പാവനകൽപിതഭാവനലിംഗം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആയമുള്ള നാടി മേഘോടിയില്ല, ആയിരങ്ങളില്ല, പക്കമില്ലേ, ദിശമില്ലേ, ഉൾനാടി തെളിയലാവേ, അവൻ താൻ വൈദ്യൻ, അവൻ താൻ ഗുരു, അവൻ താൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ദേവതാര ബിലാദി തൈലം. ഇപ്പം ഇവിടെ താമസിക്കുന്നത്? അപ്പം ഞാൻ നോക്കാം, പഠിച്ച് നോക്കിയിട്ടല്ലോ. 3 നാടികൾ: വാദനാടി, പിത്തനാടി, ഇതാണ് പണി. വിസിറ്റില്ല, ശിലാർപ്പനം, കഫം, നഴ്സിംഗ്. 47. ഒരു 7 വർഷത്തിന് മുൻപേ പുറകു സൈഡിലെ തട്ടോ വീഴ്ചയെ പറ്റിയിട്ട് വാദ, പിത്ത, ശിലാർപ്പനം, ഈ 3 നാടികൾ. ഇത് ഇട, പിംഗല, സുഷിപ്ന 3-ൽ ഉൾക്കൊള്ളിച്ചുള്ളതാണ്. വലതുവശത്തൂടെ വരുന്ന വലത് പിംഗല എന്നും ഇടതുവശത്തൂടെ വരുന്നതിന് ഇട എന്നും. ഇത് രണ്ടും കൂടെ ചേരുന്ന ഭാഗത്തിന് സുഷിപ്ന നാഡി. ജയസുധ. വയസ്സ് ഓക്കെ. കഷായം എത്ര ബോട്ടിൽ വേണം? 1 ബോട്ടിലോ 2 ബോട്ടിലോ എത്ര വേണം? വേണ്ട. ദേവദാരു നിങ്ങൾ 100 മില്ലി ഉള്ളൂ. പുളിച്ച സാധനമാണ് കഴിക്കരുത്. തൈര്, മോര്, പിന്നെ ചക്ക, മരച്ചീനി,
ഡോക്ടറുടെ അല്ലെങ്കിൽ വൈദ്യൻ്റെ 3 വിരലുകളാണ് രോഗത്തെ നിശ്ചയിക്കുന്നത്. രോഗിയെ ഇരുത്തി ചുളപ്പ നെട്ടി വാങ്ങി ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ വിരലുകൾ ഓരോന്നോരോന്ന് നെട്ടി പിടിച്ചിട്ട് 2 വിരൽ മണിബന്ധത്തിൽ നിന്ന് 2 വിരൽ അളന്ന് മാറ്റണം. മാറ്റിയതിന് ശേഷം വാദനാടി, അതായത് ഈ വിരൽ ഇത്, അത് കഴിഞ്ഞ് അടുത്ത വിരൽ, അത് കഴിഞ്ഞ് അടുത്ത വിരൽ, ഇങ്ങനെ 3 നാടി. ആദ്യത്തെ ഒരു വിരൽ പതിക്കുക, അടുത്ത വിരൽ വയ്ക്കുമ്പോൾ ചരിച്ചിടാവും, സ്ട്രൈറ്റ് നേരെ ഇടരുത്. അടുത്ത വിരൽ ചരിച്ചിടുക. ഇങ്ങനെ 3 നാടികൾ ഈ വിരലുകൾ മാറ്റി മാറ്റി എടുക്കുമ്പോൾ ഓരോ രോഗങ്ങളെ കുറിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് രണ്ടിടത്തുള്ളത് തന്നെയാണ്. നീരിങ്ങനെ താഴ്ച ഇറങ്ങിയിട്ട് വരുന്നതാണ്. ഇനി പ്രൊസൈഡ് വാദത്തിൽ കൊണ്ട രോഗമാണെങ്കിൽ വാദനാടി ചലിച്ചുകൊണ്ടിരിക്കും കൂടുതലായിട്ട്. പിത്തത്തിലാണ് സംഭവിച്ചിരിക്കുകയാണെങ്കിൽ വാദനാടി കുറച്ചിട്ട് പിച്ചട്ടതിൽ വരും. അപ്പോൾ ഇത് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഏത് ഭാഗത്താണ് കണ്ടുപിടിക്കാം. കണ്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് ആണെങ്കിൽ ആദ്യത്തെ വിരൽ, ഇളിക്ക് മുകളിൽ 2ാമത്തെ വിരലാണ്, ഇളിക്ക് താഴെ 3ാമത്തെ വിരൽ. ഇല്ല ഇല്ല ഇവിടെയോ ഇല്ല. താഴേറ്റത്ത് അത് പൾസിൽ വന്നതാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഇല്ല എന്ന് സമ്മതിച്ചാൽ തിരിച്ച് ആ സ്ഥലം പിടിച്ചു തരും. ഇത്രയോ വർഷത്തെ പഴകുന്ന സാധനങ്ങൾ അറിയില്ല, ഓർമ്മയില്ല, ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കില്ല. പ്രസവിച്ചിട്ട കുട്ടി വീട് ശേഷം 10-20 വർഷമായ ശേഷം കൊണ്ടുവരുന്ന അസുഖങ്ങൾ. കഷായം 200 രൂപ കൊടുക്കണം. ഇത് 100 രൂപ 300 രൂപയായി. അത് അത്രയും തേക്കിനെ പിന്നെ മതി. അത് ഉറക്കം കുറവാണെങ്കിൽ അല്ല പിന്നെ കൊണ്ട് കൊടുത്താലും മതി. ഞാൻ കൊണ്ടുതരാം. അപ്പോൾ 200, 300, 400 രൂപ. അപ്പോൾ 250 തന്നു അല്ലേ? ഇത് വേണ്ടായിരുന്നു. സ്വഭാവത്തിൻ്റെ ഇത്രയുള്ള വീക്ക്നെസ് കൂടെ ഉണ്ടെന്നറിയില്ല. മനുഷ്യന് എന്തെങ്കിലും ചെറിയ വീക്ക്നെസ് കൂടെ വേണം. എന്തെങ്കിലും എന്ന് പറയരുത്. വീക്ക്നെസ്സുകൾ മനുഷ്യൻ നിശ്ചയിച്ച ഒരുപാട് വീക്ക്നെസ് പൂർണ്ണ ഈശ്വരൻ മാത്രമേ പൂർണ്ണനുള്ളൂ. അവിടെ ഇതൊന്നുമില്ല. എത്ര പേര് ചിന്തിക്കുന്നു വേണം പറയാം. അങ്ങനെ ചിന്തിക്കുന്ന ആൾ അഹങ്കരിക്കില്ല. പിന്നെ അഹങ്കാര ശബ്ദമാണെന്ന് സമൂഹത്തിൽ പറയുന്ന, ഞാനെന്ന് പറയുന്ന അഹങ്കാരമാണ് എന്ന് പറയുന്നത് വരെ മാറും. അഹങ്കാരമല്ല, വളരെ താത്വികമായ ശാസ്ത്രീയമായ ഒരു അവസ്ഥയാണ് ഞാൻ. എത്രത്തോളം ഔന്നത്യമാണത്. അതിന് അഹങ്കാരമാണോ? ആലോചിച്ച് നോക്കണം. തോന്നായിക വേണം. ഞാനെന്ന ഭാവം ഉണ്ടാവരുതെന്നാണ് തോന്നായിക. പഴയ മലയാളം നെഗറ്റീവാണ്. തോന്നുന്നതിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നിയാണ്. ഞാനൊരു പക്ഷേ ഞാനെന്ന് തോന്നിപ്പോയാ നീ നിന്നിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനും ജഗത്ത് മുഴുവനും നിറഞ്ഞതാണ് ഞാൻ. ആത്മാവാണ് എന്നാണ് എടുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. വേറൊരു ഗുരു ഉണ്ടായിരുന്നു, വയസ്സായ ഒരു ഗുരുജി. അപ്പോൾ ആ ഗുരുജിയുടെ ശിഷ്യനായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഞാനും ആ ഗുരുജിയെ കാണാൻ പോയപ്പോൾ രണ്ടുപേരും കൂടി രണ്ടിടത്തുനിന്നായിട്ട് ഒരിടത്ത് വന്ന് സന്ധിച്ചു. അപ്പോൾ ഗുരുജിയുടെ നിയോഗം അനുസരിച്ച് രണ്ടുപേരെയും കൂടെ കല്യാണം കഴിച്ചു. തമ്പുരാൻ എന്ന് പറയുന്നൊരു തമ്പുരാൻ ക്ഷേത്രമുണ്ട്. അമ്മമ്മയുടെ കുട്ടിക്കാലത്ത് കടുവ വരും. കടുവ വന്ന് തെക്കതിൻ്റെ മുറ്റത്ത് വാ തുറന്ന് നാക്ക് മൊഴിയിൽ വെച്ചിട്ട് കിടക്കും. നാക്കിൽ മൊത്തം ഈച്ചകളിങ്ങനെ വന്ന് പറ്റിയിരിക്കും. അപ്പോഴേ വായടക്കും. അപ്പോൾ അമ്മമ്മയുടെ അമ്മ ഹംബ 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 എന്നും പറഞ്ഞ് അടുത്തത് ഇങ്ങനെ തട്ടും.
എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ വരും. There was a time long, long before, when like us, the plants too talked. As anyone passed by, they used to call out and say, "I can do this, I can do that," and so on. So one day, as Agastya Muni walked by, they did the same. He listened to them for a moment and then cursed them and took away their power to talk.